പള്ളിമുക്ക് പുന്നല കറവൂർ വഴി അലിമുക്കിലേക്ക് ജർമ്മൻ ടെക്നോളജിയിലൂടെ റോഡ് മുഴുവൻ കുളമാക്കി നാട്ടുകാർക്ക് സമ്മാനിച്ചവർക്ക് SDPI പുന്നല മണ്ഡലം കമ്മിറ്റിയുടെ അഭിവാദ്യങ്ങൾ എന്ന തലക്കെട്ടോടെ ഫ്ലെക്സുമായി പ്രതിഷേധ സമരം നടന്നു. മുഖ്യമന്ത്രി, പൊതുമരാമത്ത് വകുപ്പ്, സ്ഥലം MLA എന്നിവർക്ക് അഭിവാദ്യങ്ങൾ എന്ന മുദ്രാവാക്യവുമാണ് പ്രവർത്തകർ പ്രതിഷേധിച്ചത്. പുന്നല മേഖലയിലെ റോഡിന്റെ ശോചനീയാവസ്ഥ ഉടൻ പരിഹരിക്കണമെന്നും SDPI പ്രവർത്തകർ ആവശ്യപ്പെട്ടു. സർക്കാർ വലിയ രീതിയിൽ ആഘോഷിച്ചു കൊണ്ടുവന്ന ഒരു ജർമ്മൻ ടെക്നോളജി എന്ന ഈ റോഡിൻ്റെ പുനരുദ്ധാരണവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ നോക്കുമ്പോൾ കുറച്ചിടങ്ങളിൽ റോഡ് പണിതിട്ടുണ്ട്. തീർച്ചും അശാസ്ത്രീയമായ ഒരു റോഡ് നിർമ്മാണമാണ്. സാധാരണ എവിടെയും റോഡ് ഇന്ന് കേരളീയ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അഭിവാജ്യ ഘടകമാണ് മഴവെള്ളങ്ങൾ ഒലിച്ചു പോകാൻ. റോഡിൻ്റെ ഇരു സൈഡുകളിലും ഓടയും കാനയൊക്കെ കലുങ്കുകളൊക്കെ നിർമ്മിച്ച് കഴിഞ്ഞിട്ടാണ് റോഡ് നിർമ്മാണങ്ങളൊക്കെ സാധാരണ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഈ കാലഘട്ടത്തിൽ പെട്ടെന്ന് റോഡ് തീർച്ചയായും പഞ്ചായത്ത് റോഡിൻ്റെ പോലും നിലവാരമില്ലാത്ത രീതിയിൽ റോഡുകൾ നിർമ്മിക്കുകയും തീർച്ചയായിട്ടും അതുവഴി സൈഡിലൂടെയൊക്കെ നിങ്ങൾക്കറിയാം, നാളെ ഈ ഒരു റോഡ് തീർച്ചയായിട്ടും ഒരു മരണക്കിണർ തന്നെ ആകുമെന്നുള്ളത് തീർത്തും സംശയമില്ല. കാരണം അതിന് ഉദാഹരണം എന്ന് പറഞ്ഞാൽ റോഡിൻ്റെ ഇരു സൈഡുകളിലുള്ള മണ്ണുകൾ മഴ പെയ്ത് ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. നാളെ ഒരു ബസ്, അതുപോലെ തന്നെ സ്ഥിരം ബസ്സുകളൊക്കെ ഉള്ള വലിയ വാഹനങ്ങൾ വരുമ്പോൾ ഒരു 2 വീലറിനൊന്നും സൈഡ് കൊടുക്കാൻ പറ്റാതെ അദ്ദേഹം സ്വയം മരണത്തിലേക്ക് വണ്ടി ഓടിച്ചു പോകുന്നതിന് തുല്യമായിരിക്കും. അതാണ് ഞാൻ ഈ മരണക്കിണർ ഉദ്ദേശിച്ചത്. തീർച്ചയായിട്ടും വേണ്ടപ്പെട്ട അധികാരികൾ ഈ റോഡിൻ്റെ എല്ലാ ഭാഗങ്ങളും ഉടൻ തന്നെ പരിഹരിച്ചുകൊണ്ട് ജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമാക്കി തീർക്കുക. ഏകദേശം നമുക്കറിയാം, 9 മാസത്തോളം കാലമായി ഈ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. നമുക്കറിയാം, സാധാരണ മലയോര മേഖലകളാണ്. അവിടെയുള്ള ജനങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി അവർ ജോലിക്ക് പോകുന്ന 2 വീലറും അതുപോലുള്ള ഈ മേഖലകളിലൊക്കെയുള്ള സാധാരണ ജനങ്ങൾ ആശ്രയിക്കുന്ന അവരുടെ വരുമാനം ഓട്ടോറിക്ഷ, സ്കൂട്ടർ ഇതുപോലുള്ള വാഹനങ്ങൾ ഇതുവരെ ഓടിച്ചു കഴിഞ്ഞ് ഒരു ദിവസം പോയി കഴിഞ്ഞാൽ തീർച്ചയായും അവർക്ക് അന്നന്ന് കിട്ടുന്ന ആ തുച്ഛമായ വരുമാനം അവർക്ക് തീർച്ചയായിട്ടും വർക്ക്ഷോപ്പ് അങ്ങനെയുള്ള മേഖലകളിൽ ചിലവാക്കാൻ മാത്രമേ കഴിയൂ എന്ന് പറഞ്ഞുകൊണ്ട് എത്രയും പെട്ടെന്ന് അധികാരികൾ സർക്കാർ ടാക്സ് ജനങ്ങളെല്ലാം മേഖലകളിൽ നിന്നും എടുക്കുകയും ചെയ്യുമെങ്കിലും എത്രയും പെട്ടെന്ന് വേണ്ടപ്പെട്ട അധികാരികൾ ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ മനസ്സിലാക്കി പൊതുജനങ്ങൾക്ക് എന്നും സഞ്ചാരയോഗ്യമാകാൻ വേണ്ടിയിട്ടുള്ള എളുപ്പം ഈ റോഡിൻ്റെ പണികൾ തീർത്ത് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഇന്നിവിടെ നടത്തിയ പ്രതിഷേധം നാളെ വരും അടുത്ത സ്ഥലങ്ങളിലേക്ക് ഞങ്ങളത് വ്യാപിക്കുന്നു. അതിനു മുമ്പ് ഈ റോഡിൻ്റെ എത്രയും പെട്ടെന്ന് അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കണമെന്ന് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ അറിയിച്ചിട്ടുണ്ട്. നിലവിൽ റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പതിവായി സർവീസ് നടത്തിയ ബസ്സുകൾ മിക്കതും ഓട്ടം നിർത്തി. റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ ഭരണമുന്നണികളും പ്രതിപക്ഷ പാർട്ടികളും രംഗത്ത് വരാതിരുന്നതോടെയാണ് പൊതുജനങ്ങൾക്കായി SDPI പ്രവർത്തകർ വ്യത്യസ്തമായ സമരവുമായി രംഗത്തെത്തിയത്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.